ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡേ ടു ഡേയ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഷെയ്ക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ അത്യാവശ്യം വലിയ വലിപ്പമുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഉള്ളിൽ റെഡ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് മേടിച്ചത് കേട്ടോ. ഉള്ളിൽ വൈറ്റ് കളറുള്ളതും മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് ഞാനൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ രണ്ട് സൈഡും. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് നടുകെ ഒന്ന് കഷ്ണി ചെയ്ത് എടുക്കാം ആദ്യം. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് നടുകെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതാ നടുകെ മുറിച്ച് രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾക്കിതൊരു സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ പിന്നെ ആ ഒരു മാംസമില്ലേ, ഇതാ ആ ഫ്ലഷ് നമ്മൾക്കൊന്ന് ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ നമ്മൾക്ക് എടുക്കാം. ഇതാ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ടാകുമ്പോൾ നമ്മൾക്കിതിങ്ങനെ നല്ല തേങ്ങാമുറി പോലെ നമ്മൾക്കിത് കിട്ടും. കണ്ടില്ലേ, ഇത് നല്ല തേങ്ങാമുറി പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാനൊന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ചിരകിയെടുക്കട്ടെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഞാൻ എല്ലാം അതിൻ്റെ ഫ്ലഷൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആ മുറിച്ച് വെച്ച രണ്ടാമത്തെ പീസില്ലേ, അതുപോലെ ഇതും എടുക്കാം കേട്ടോ. രണ്ട് മുറിയാക്കിയതിന് ശേഷം ഞാൻ അതിനകത്തിലെ ഫ്ലഷൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിതൊന്ന് ചെറുതായി ഒന്ന് കഷ്ണിച്ചെടുക്കാം കേട്ടോ. ഇതാ ഇത് പിന്നെ വളരെ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട, അങ്ങനെ പെട്ടെന്ന് അറിഞ്ഞ് കിട്ടാത്തതൊന്നുമല്ലല്ലോ. ഇതാ ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. ഇതാ ഇതുപോലുള്ള വലിപ്പത്തിലാക്കി എടുത്താൽ മതി. വളരെ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട, അത് അത്രയ്ക്ക് കട്ടിയുള്ള സാധനങ്ങളൊന്നുമല്ല, നല്ല സോഫ്റ്റുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് ഇതേ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ല കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതൊരു മിക്സിൻ്റെ ജാറിലോട്ടോ ജ്യൂസറിലേക്കോ ഒന്ന് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി മുറിച്ചെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾക്ക് ഈ ഒരു ജ്യൂസറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളൊരു ഭാഗത്തിൽ കുറച്ച് മുറിച്ചെടുക്കാൻ ബാക്കിയുണ്ടായിന്. അപ്പോൾ അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിന്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പിന്നെ മൈസൂർ പഴത്തിൻ്റെ ഒരു ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് പിന്നെ താല്പര്യമാണെങ്കിൽ അത് ചേർക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1-2 സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഒരുപാട് താല്പര്യമില്ലാത്തവർ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് തന്നെ അത്യാവശ്യം കുറച്ച് മധുരമുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇതാ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കിയ ഒരു കപ്പ് പിന്നെ പാല് കട്ടിയായതാണ് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ജാറിലേക്ക് നമുക്ക് കട്ടിയായ പാല് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്കിനി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു പിന്നെ 4-5 ആൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു അളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ. ഇതാ ഇതെല്ലാം ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചിട്ട് എല്ലാവരും ഒന്ന് ഷെയ്ക്ക് അടിച്ച് നോക്ക്, നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.